എല്ലാവർക്കും നമസ്കാരം. 9th കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി ആണ് പഠിച്ചു വന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹൈഡ്രോ കാർബണുകളെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തായിരുന്നു. സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ, അതുപോലെ തന്നെ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ, ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട്, അതുപോലെ തന്നെ ട്രിപ്പിൾ ബോണ്ട് ഇല്ല. അതുപോലെ തന്നെ നമ്മൾ ഹോമോലോഗസ് സീരീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തായിരുന്നു കേട്ടോ. വീഡിയോ കാണാത്തതെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുപോവുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഈ ഒരു ചാപ്റ്ററിന്റെ കണ്ടിന്യൂഷൻ നിങ്ങൾക്ക് 10th വരുന്നതാണ് കേട്ടോ. അപ്പം എന്തായാലും ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കി നിങ്ങൾ പഠിക്കുക കേട്ടോ. ഇനി നമുക്ക് അടുത്ത നോക്കാനുള്ളതാണ് നോമൻക്ലേച്ചർ ഓഫ് ഹൈഡ്രോ കാർബൺസ്. അതായത് ഹൈഡ്രോ കാർബണുകളുടെ എങ്ങനെയാണ് നാമകരണം എന്ന് പറയും കേട്ടോ. പേരിടുന്നത് എങ്ങനെയാണ്? നമ്മളിപ്പം ചുമ്മാ നമ്മൾ ഓരോരോ എഴുതുമല്ലേ. ഇപ്പം എന്താണ് ആൽക്കേൻ എന്നൊക്കെ എഴുതിയപ്പോൾ C3H8 അതൊരു ആൽക്കേനാന്ന് നമുക്കറിയാം. പക്ഷേ ഈ C3H8 ഒരു പേരുണ്ട്, മനസ്സിലാവും. അപ്പം എങ്ങനെയാണ് നമ്മൾ ആ പേര് ഇടുന്നതെന്നാണ് നമുക്ക് നോക്കാൻ പോകുന്നത് കേട്ടോ. അതിങ്ങനെ ഒരു പേര് ഇടുന്നതിന് ഒരു പ്രത്യേക രീതിയിലാണ് ഇടുന്നത്. നമുക്കറിയാം ഹൈഡ്രോ കാർബണുകളുടെ സ്ട്രക്ചർ നമുക്കറിയാം, കണ്ടൻസ്ഡ് ഫോമിലൊക്കെ അറിയാം അല്ലേ, മോളിക്കുലർ ഫോമിലൊക്കെ അറിയാം. പക്ഷേ അതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ പേരും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പം അങ്ങനെ പേരിടുന്നത് ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സംഘടനയുണ്ട്. അതിൻ്റെ നേതൃത്വത്തിലാണ് ഇങ്ങനെ പേരിടുന്നത് കേട്ടോ. അപ്പം ആ പേരിനെ നമ്മൾ ഷോർട്ടായിട്ട് പറയുന്നതാണ് IUPAC നെയിം എന്നാണ് പറയുന്നത് കേട്ടോ. അതായത് ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യുവർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി, അതിന് നമ്മൾ IUPAC എന്നാണ് പറയുന്നത്. അപ്പം IUPAC നെയിം എന്നാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഓരോ ഹൈഡ്രോ കാർബൺ ഉണ്ട്, അതിൻ്റെ പേരുകൾ നമ്മൾ പറയുന്നത് ഈ IUPAC നെയിം എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ അത് കുറച്ച് റൂളുകൾസ് ഉണ്ട്. ആ റൂളുകൾ വെച്ചിട്ടാണ് നമ്മൾ പേരിടുന്നത്. അപ്പം എങ്ങനെയാണ് പേര് ഇടുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഹൈഡ്രോ കാർബണുകളുടെ പേരിടുന്നതിന് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആദ്യമേ നമ്മൾ നോക്കേണ്ടതാണ് നമ്പർ ഓഫ് കാർബൺ ആറ്റം. ആ ഹൈഡ്രോ കാർബണിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട് അതിൻ്റെ നമ്പർ നോക്കുക. പിന്നെന്താണ് നോക്കുന്നത്? നേച്ചർ ഓഫ് ദി കെമിക്കൽ ബോണ്ട് ബിറ്റ്വീൻ ദ കാർബൺ ആറ്റം. ആ കാർബൺ ആറ്റത്തിൻ്റെ ഇടയിൽ ബോണ്ട് ഉണ്ടല്ലോ, സിംഗിൾ ബോണ്ട് വരാം, ഡബിൾ ബോണ്ട് വരാം, ട്രിപ്പിൾ ബോണ്ട് വരാം ഇല്ലേ. ആ കാർബൺ ആറ്റങ്ങളുടെ ഇടയിലുള്ള ഏത് ബോണ്ടാന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം കേട്ടോ. അതിൻ്റെ സ്വഭാവം, അതിൻ്റെ നേച്ചർ, അത് ഏത് ബോണ്ടാന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് അങ്ങനെ ഏത് ബോണ്ടാന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം എന്താണ് ഈ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം ഉണ്ടല്ലോ, നമ്മൾ പറഞ്ഞു കാർബൺ ആറ്റത്തിൻ്റെ എണ്ണത്തിനെ നമ്മൾ കൺസിഡർ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം സൂചിപ്പിക്കുന്ന സംഖ്യകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്താണ് വേർഡ് റൂട്ട് എന്ന് പറയും. ഒരു വേർഡ് റൂട്ട് എന്ന് പറഞ്ഞാൽ കാർബൺ ആറ്റം എത്ര എണ്ണം ഉണ്ട്, ആ എണ്ണത്തിൻ്റെ നമ്പർ ഉണ്ടല്ലോ, ആ എണ്ണത്തിൻ്റെ നമ്പറിനെ നമ്മളൊരു പർട്ടിക്കുലർ രീതിയിൽ റെപ്രസെന്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ വേർഡ് റൂട്ട് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? എത്ര കാർബൺ ആറ്റം ഉണ്ടെന്ന് നോക്കുക, പിന്നെ അതിൻ്റെ ഇടയിലുള്ള കാർബൺ ആറ്റങ്ങളുടെ ഇടയിലുള്ള ബോണ്ട് ഏതാന്ന് നോക്കുക. മനസ്സിലാവുന്നല്ലോ പറഞ്ഞേ. അതുപോലെ തന്നെ ഓരോരോ നമ്പർ ഓഫ് കാർബൺ ആറ്റംസിനും ഓരോ പ്രത്യേക വേർഡ് റൂട്ട് എന്നാണ് പറയുന്നത്. പദമൂലം എന്ന് പറയും മലയാളത്തിൽ കേട്ടോ. അതാ നോക്കുക. വേർഡ് റൂട്ട്സ് ആർ സെലക്ടഡ് ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് കേട്ടോ. കാർബൺ ആറ്റംസിന്റെ എണ്ണത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ വേർഡ് റൂട്ട് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതാ നോക്കിയാൽ ഇതാണ് വേർഡ് റൂട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. കാർബൺ ആറ്റം ഒന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ് റൂട്ടാണ്, അല്ലെങ്കിൽ പദമൂലമാണ് മെത്ത് എന്ന് പറയും. മെത്ത്. 2 കാർബൺ ആറ്റം ആണെന്നുണ്ടെങ്കിൽ എത്ത് എന്ന് പറയും. 3 ആണെന്നുണ്ടെങ്കിൽ പ്രൊപ്പ്, ഇത് നിങ്ങൾ പഠിക്കണം കേട്ടോ. 4 ആണെന്നുണ്ടെങ്കിൽ ബ്യൂട്ട് എന്നാണ് പറയുന്നത്. 5 ആണെന്നുണ്ടെങ്കിൽ പെൻറ്റ് പറയും. 6 ആണെന്നുണ്ടെങ്കിൽ ഹെക്സ്. 7 ആണെന്നുണ്ടെങ്കിൽ ഹെപ്റ്റ് എന്നാണ് പറയുന്നത്. 8 ആണെന്നുണ്ടെങ്കിൽ ഒക്ട് എന്ന് പറയും. 9 ആണെന്നുണ്ടെങ്കിൽ നൺ എന്ന് പറയും. 10 ആണെന്നുണ്ടെങ്കിൽ ഡെക്ക് കേട്ടോ. അപ്പം ഇതാണ് വേർഡ് റൂട്ട്. ഈ വേർഡ് റൂട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഇതറിയാമെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് പേരിടാൻ പറ്റത്തുള്ളൂ. മനസ്സിലാവുന്നല്ലോ പറഞ്ഞു. അപ്പം ഈ വേർഡ് റൂട്ട് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെൻറ്റ്, ഹെക്സ്, ഹെപ്റ്റ്, ഒക്ട്, നണ്ണ്, അതുപോലെ തന്നെ ഡെക്ക്, ഇതിങ്ങനെ അങ്ങനെ ഓർഡറിൽ നിങ്ങൾ പഠിച്ചെടുക്കോട്ടെ. അതേ ഓർഡറിൽ പഠിക്കുക. അപ്പം എത്തെന്ന് പറയുമ്പോൾ എത്ര കാർബണാറ്റാണെന്ന് നിങ്ങളോട് ചോദിച്ച് അറിഞ്ഞിരിക്കണം. മനസ്സിലാവുന്നല്ലോ. ഒക്ട് എന്ന് പറഞ്ഞാൽ എത്ര കാർബണാറ്റാണ്, ഹെക്സ് എന്ന് പറഞ്ഞാൽ എത്ര കാർബണാറ്റാണെന്ന് അറിഞ്ഞിരിക്കണം. മനസ്സിലായല്ലോ. അപ്പം ഇത് കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ ഓക്കെ ആണല്ലോ ഈ കാര്യങ്ങൾ. അപ്പം മെത്ത് എന്ന് പറഞ്ഞാൽ 1 ആണ്, മെത്ത് എന്ന് പറഞ്ഞാൽ 2 ആണ്, പ്രൊപ്പ് 3 ആണ്, ബ്യൂട്ട് 4, പെൻറ്റ് 5, ഹെക്സ് 6, ഹെപ്റ്റ് 7, ഒക്ട് 8, നണ്ണ് 9, ഡെക്ക് 10. ആ വേർഡ് റൂട്ട് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓക്കെ ആണല്ലോ. അപ്പം നമ്പർ ഓഫ് കാർബൺ ആറ്റം നമ്മൾ നോക്കുക, അതനുസരിച്ചിട്ടാണ് നമ്മൾ ഈ വേർഡ് റൂട്ട് കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ ഇടയിലുള്ള കാർബൺ ആറ്റത്തിൻ്റെ ഇടയിലുള്ള ബോണ്ട് ഇല്ലേ, ബോണ്ട് ഏതാന്ന് നോക്കുക. ഇനി നമുക്ക് എങ്ങനെയാണ് പേരിടുന്നത് നോക്കാം. അതവിടെ ടേബിൾ കൊടുത്തിരിക്കുന്നുണ്ടോ? ഇതാ നോക്കിയേ, ഈ ഒരു സ്ട്രക്ചർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേര് നമുക്ക് ഇടണം. അതവിടെ നോക്കിയാൽ എത്ര കാർബൺ ആറ്റം ആണുള്ളത്? ഒരു കാർബൺ ആറ്റം. അപ്പം നമ്മൾ പറഞ്ഞു ഇല്ലേ, ഒരു കാർബൺ ആറ്റം ആണെന്നുണ്ടെങ്കിൽ വേർഡ് റൂട്ട് ഏതാണ് വരുന്നത് കണ്ടോ. ഒരു കാർബൺ ആറ്റം ആണെങ്കിൽ വേർഡ് റൂട്ട് ഏതാണ്? മെത്തെന്ന് വരും. മെത്തെന്നാണ് വരുന്നത്. മനസ്സിലാവുന്നല്ലോ പറഞ്ഞ്. ഒരു കാർബൺ ആറ്റം ആണെന്നുണ്ടെങ്കിൽ മെത്തെന്നാണ് പറയുന്നത്. പിന്നെ എന്താണ് നോക്കേണ്ടത്? അതിൻ്റെ ഇടയിലെ ബോണ്ട് നോക്കുക.
ഏതാണ് ബോണ്ട്? സിംഗിൾ ബോണ്ട് ആണ് വരുന്നത് ഇല്ലേ? അപ്പം സിംഗിൾ ബോണ്ട് ആണ് വരുന്നതെങ്കിൽ കേട്ടോ, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഏതാണ്? ആദ്യമേ വേഡ് റൂട്ട് നോക്കുക. വേഡ് റൂട്ട് അതിൻ്റെ റൂൾ ഉണ്ട് കേട്ടോ. ആദ്യമേ നമ്മൾ വേഡ് റൂട്ട് നോക്കുക. പിന്നെ അതിൻ്റെ എന്താണ് ഏതാണ് വരുന്നതെന്ന് നോക്കുക. അതായത് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ ബോണ്ട് ഏതാണെന്ന് നോക്കുക. ഇപ്പം ഇവിടെ തന്നെ സിംഗിൾ ബോണ്ടാണ്. സിംഗിൾ ബോണ്ട് ആകുമ്പോൾ ഏതാണ് വരുന്നത്? ANE അല്ലേ വരുന്നത്? ANE മനസ്സിലായി. അപ്പം നമ്മൾ എങ്ങനെ എഴുതും? വേഡ് റൂട്ട് എന്ന് പറയുമ്പോൾ മെത്താണ്, മെത്ത്, ദെൻ ANE. അപ്പം ഇത് വായിക്കുന്നത് എങ്ങനെയാണ്? മീഥെയിൻ എന്നാണ് വായിക്കുന്നത് കേട്ടോ, മീഥെയിൻ. ക്ലിയർ ആയല്ലോ? അപ്പം ഈ രീതിയിലാണ് നമ്മൾ പേരിടുന്നത്. കണ്ടല്ലോ, ഒരു കാർബൺ ആറ്റമാണുള്ളത്. ദെൻ അത് നമുക്കറിയാം സിംഗിൾ ബോണ്ട് ആണ്. അപ്പം മെത്ത് പ്ലസ് ANE അത് നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? മീഥെയിൻ എന്നാണ് വായിക്കുന്നത്. മനസ്സിലായല്ലോ? ഇനി അടുത്തത് നോക്കിയേ, 2 കാർബൺ ആറ്റം ഉണ്ട്. ഇതിൽ ഇവിടെ 2 കാർബൺ ആറ്റം ഉണ്ട് ഇല്ലേ? അതിൻ്റെ ഇടയിൽ സിംഗിൾ ബോണ്ട് ആണ് വന്നിരിക്കുന്നത്. അപ്പം ANE എന്ന് വരും, അതായത് എത്ത് എന്ന് വരും ഇല്ലേ? എത്ത് പ്ലസ് ANE. അപ്പം എങ്ങനെ വായിക്കും? ഈഥെയിൻ എന്ന് വായിക്കും. മനസ്സിലായല്ലോ? എത്ത് പ്ലസ് ANE വരുമ്പം ഈഥെയിൻ എന്ന് വായിക്കും. ഇനി ഇവിടെ നോക്കിയേ, 3 കാർബൺ ആറ്റം വന്നു. 3 കാർബൺ ആറ്റം ഏതാണ്? പ്രൊപ്പ് എന്നാണ് പറയുന്നത് കേട്ടോ, പ്രൊപ്പ് എന്നാണ് പറയുന്നത്. 3 കാർബൺ ആറ്റം പ്രൊപ്പ് എന്ന് പറയും. പ്രൊപ്പ് പ്ലസ് സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE, പ്രൊപ്പെയിൻ. മനസ്സിലായല്ലോ? അപ്പൊ അങ്ങനെയാണ് നമ്മൾ പേരിടുന്നത്. അപ്പൊ വേഡ് റൂട്ട് കേട്ടോ, വേഡ് റൂട്ട് എഴുതുക. ദെൻ അതിൻ്റെ കൂട്ടത്തിൽ എന്താണ് ഏത് ബോണ്ടാണ് നമ്മൾ നോക്കുക ഇല്ലേ? അപ്പം സിംഗിൾ ബോണ്ട് ആണെങ്കിൽ ANE ചേർക്കുക. ഡബിൾ ബോണ്ട് വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്ത് വെച്ചാൽ മതി? ENE ചേർക്കുക. ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ എന്ത് ചെയ്ത് വെച്ചാൽ മതി? YNE ചേർക്കുക. കാർബണാറ്റം എത്രയാണോ അതിൻ്റെ കൂട്ടത്തിൽ ഏത് ബോണ്ടാണ് അവിടെയുള്ളത് അതനുസരിച്ച് നമ്മൾ ചേർക്കുക. അങ്ങനെയാണ് നമ്മൾ ഈ ഹൈഡ്രോ കാർബണുകൾക്ക് അല്ലെങ്കിൽ പേരിടുന്നത്. മനസ്സിലായല്ലോ? അപ്പം ഇത് ക്ലിയർ ആക്കി പഠിക്കുക കേട്ടോ. നോക്കിയേ, ഇറ്റ് ഈസ് ക്ലിയർ ഹൗ ദ നെയിംസ് ആർ ഡിറൈവ് ഫ്രം വേഡ് റൂട്ട്. ആൽക്കെയിൻസ് ആർ നെയിംഡ് ബൈ ആഡിങ് ദ സഫിക്സ് കേട്ടോ. ആൽക്കെയിൻസ് എങ്ങനെയാണ്? സഫിക്സ് ആഡ് ചെയ്യുക. വേഡ് റൂട്ട് പ്ലസ് സഫിക്സ് എന്നാണ് പറയുന്നത് കേട്ടോ. ANE എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് സഫിക്സിനെയാണ് കേട്ടോ. വേഡ് റൂട്ട് കേട്ടോ, വേഡ് റൂട്ട് പ്ലസ് സഫിക്സ്. സഫിക്സ് ഉദ്ദേശിക്കുന്നത് ഏതാണ്? സിംഗിൾ ബോണ്ട് ആണെങ്കിൽ എന്താണ്? ANE വരും. ഡബിൾ ബോണ്ട് ആണെങ്കിൽ എന്ത് വരും? ENE വരും. ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ എങ്ങനെയാണ് വരുന്നത്? YNE വരും. ആ രീതിയിലാണ് നമ്മൾ പേരിടുന്നത്. പദമൂലത്തോടൊപ്പം നമ്മൾ എന്താണ് അതിൻ്റെ സഫിക്സും കൂടെ ആഡ് ചെയ്യും. അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ടോ? പഠിച്ചോണം കേട്ടോ. വേഡ് റൂട്ട് കേട്ടോ, വേഡ് റൂട്ട് പ്ലസ് ANE. ഇവിടെ ആൽക്കെയിൻ്റെ ആകുമ്പോൾ അതാണ് ANE, അല്ലെങ്കിൽ വേഡ് റൂട്ട് പ്ലസ് ഇങ്ങനെ പഠിക്കുക കേട്ടോ. വേഡ് റൂട്ട് പറഞ്ഞില്ലേ, വേഡ് റൂട്ട് പ്ലസ് സഫിക്സ്. അങ്ങനെയാണ് നമ്മൾ പേരിടുന്നത് കേട്ടോ. അപ്പം മെത്ത് ഇല്ലേ, ഒരു കാർബൺ ആരാണ്? മെത്ത് പ്ലസ് ANE, മീഥെയിൻ ഇല്ലേ? എത്ത് പ്ലസ് ANE എന്ന് വരുമ്പോൾ എങ്ങനെ വരും? ഈഥെയിൻ വരും. എത്ത് എന്ന് എഴുതുക, ANE എന്ന് എഴുതുക, ഈഥെയിൻ. മനസ്സിലായല്ലോ? അപ്പം അങ്ങനെയാണ് പേരിടുന്നത്. Then write the IUPAC name of alkanes having 4 to 10 carbon atom. ഇപ്പം നമ്മൾ 3 പ്രൊപ്പിൻ്റെ വരെയല്ലേ കണ്ടോ? അങ്ങനെയാണെങ്കിൽ 4, 5 അതിനൊക്കെ എങ്ങനെയാണ് പേരിടുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദെൻ അപ്പം അങ്ങനെയാണെങ്കിൽ 4 കാർബൺ ആറ്റാണെങ്കിൽ എങ്ങനെ എഴുതും? 4 കാർബൺ ആറ്റ് എഴുതുമ്പം C4H10 എന്ന് വരും ഇല്ലേ? നമുക്കറിയാം ആൽക്കൈൻ്റെ കേസ് നമ്മൾ ഇവിടം വരെ എഴുതി എങ്ങനെയാണ്? C3H8 വന്നു ഇല്ലേ? അടുത്ത ഏത് വരും? C4H10 ആണ് വരുന്നില്ല. അപ്പം C4H10 വന്നു. C4 എന്ന് പറയുമ്പോൾ 4 കാർബൺ ആറ്റാണ്. ഏതാണ് വരുന്നത്? ബ്യൂട്ട് എന്നാണ് കേട്ടോ. 4 കാർബൺ ആറ്റ് എന്ന് പറയുമ്പോൾ ബ്യൂട്ട് വരും. ദെൻ അതിൻ്റെ കൂടെ ANE ചേർക്കുക, ബ്യൂട്ടൈൻ. മനസ്സിലായല്ലോ? ഇനി 5 കാർബൺ ആറ്റം C5H12 ഇല്ലേ? അതെങ്ങനെ ഒരു 5 കാർബൺ ആറ്റം വരുമ്പോൾ പെൻഡ് എന്നാണ് വരുന്നത്. പെൻഡ് കേട്ടോ, പെൻഡ് ANE, പെൻഡെയിൻ. 6 കാർബൺ ആറ്റം C6H14 വരും ഇല്ലേ? C6H14 ആണ് 6 കാർബൺ ആറ്റം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഹെക്സ് എന്നാണ് വരുന്നത്, ഹെക്സൈൻ. ഇനി 7 കാർബൺ ആറ്റം വരുവാണെങ്കിൽ C7H16 വരും ഇല്ലേ? C7H16 വരും ഇല്ലേ? അപ്പൊ എത്രയാണ് വരുന്നത്? ആറ്റാണ് അല്ലേ? 7 കാർബൺ ആറ്റം എന്ന് പറയുന്നത് ഹെപ്റ്റ് എന്ന് വരും കേട്ടോ. ഹെപ്റ്റ് കേട്ടോ, ഹെപ്റ്റെയിൻ, ANE. ഇനി 8 കാർബൺ ആറ്റം C8H18 വരും ഇല്ലേ? അപ്പൊ ഏതാണ് 8 കാർബൺ ആറ്റം? ഒക്ട് എന്നാണ് വരുന്നത് കേട്ടോ, ഒക്ടെയിൻ കണ്ടോ, ഒക്ടെയിൻ. പിന്നെ C9H20 ഇല്ലേ? C9H20 എന്ന് വരും. അതെങ്ങനെയാണ്? നൺ എന്നാണ് വരുന്നത്, നൺ കേട്ടോ. പിന്നെ ANE ചേർക്കുക. ദെൻ C10H22 അല്ലേ? അപ്പൊ ഏത് വരും? 10 ഡെക്ക് എന്നാണ് വരുന്നത് കേട്ടോ. അപ്പൊ ഡെക്ക് ANE, ഡെക്കെയിൻ. മനസ്സിലായല്ലോ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പേരിടുന്നത്. വേഡ് റൂട്ട് പ്ലസ് സഫിക്സ്. സിംഗിൾ ബോണ്ടോ ഡബിൾ ബോണ്ടോ അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ടോ അതനുസരിച്ച് ഇടുക. അപ്പം ആൽക്കൈൻ്റെ കേസിൽ എങ്ങനെയാണ് വരുന്നതെന്ന് മനസ്സിലായല്ലോ? ഇനി നമുക്ക് അടുത്ത് നോക്കാം ആൽക്കീൻസിന്റെ കേസിൽ എങ്ങനെയാണ്. ഇതേ ഫോർമാറ്റ് തന്നെയാണ് കേട്ടോ. ആൽക്കീൻസ് എന്ന് വരുമ്പോൾ ഇതേ ഫോർമാറ്റ് തന്നെയാണ്. വേഡ് റൂട്ട് പ്ലസ് ആൽക്കീൻ വരുമ്പോൾ എങ്ങനെയാണ്? ENE. മനസ്സിലായല്ലോ? അതാണ് നോക്കിയ 2 കാർബൺ ആറ്റം.
ഡബിൾ ബോണ്ട് ഇവിടെ വന്നു. അപ്പൊ എങ്ങനെ 2 കാർബൺ ആറ്റം വരുമ്പോൾ എങ്ങനെയാണ്? എത്താന്ന് നമുക്കറിയാം. 2 കാർബൺ ആറ്റം വരുമ്പോൾ എത്താണ്. ദെൻ അവിടെ ഡബിൾ ബോണ്ട് വന്നുകൊണ്ട് ENA കൊടുത്തു. അപ്പൊ ഈഥീൻ. മനസ്സിലായല്ലോ? ഈഥീൻ എന്നാണ് വായിക്കുന്നത് കേട്ടോ. അടുത്തത് നോക്കിയേ, 3 കാർബൺ ആറ്റം. ദാ ഇവിടെ ഡബിൾ ബോണ്ട് വന്നു. 3 കാർബൺ ആറ്റം വരുമ്പോൾ പ്രൊപ്പ് എന്നാണ് വരുന്നത് കേട്ടോ. പ്രൊപ്പ് എന്ന് എഴുതുക. ദെൻ ENE, പ്രൊപ്പീൻ. മനസ്സിലായല്ലോ? അപ്പൊ ഇങ്ങനെയാണ് പോകുന്നത്. അപ്പൊ 4 കാർബൺ ആറ്റം ആണെങ്കിൽ അടുത്ത ബ്യൂട്ടെന്ന് വരും, ബ്യൂട്ടീൻ കേട്ടോ. അതുപോലെ പെൻറ്റീൻ, ഹെക്സീൻ അല്ലേ? 7 ഹെപ്റ്റീൻ. അങ്ങനെ എഴുതിയാണ് പോകുന്നത്. ഓക്കെ ആണല്ലോ? വിച്ച് ഈസ് ദ സഫിക്സ് ആഡഡ് ഹിയർ? ഇവിടെ ആഡ് ചെയ്ത സഫിക്സ് ഏതാണ്? ENE ആണ് നമ്മൾ ആഡ് ചെയ്തത്. ക്യാൻ യു ഫൈൻഡ് ഔട്ട് ഹൗ ദ IPC നെയിംസ് ആർ ഗിവൺ? എങ്ങനെയാണ്? എത്ത് പ്ലസ് ENE, പ്രൊപ്പ് പ്ലസ് E എന്ന് പറയുമ്പോൾ ENE എങ്ങനെ വരും? പ്രൊപ്പീൻ. പ്രൊപ്പ് എന്ന് എഴുതുക, ENE ചേർക്കുക, പ്രൊപ്പീൻ. ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. മനസ്സിലാവുന്നല്ലോ? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നമ്മളിപ്പോൾ എഴുതിയതുപോലെ തന്നെ 4 തൊട്ട് 10 വരെയുള്ള കാർബൺ ആറ്റങ്ങളുടെ പേര് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം C3H6 വരെ എഴുതി. ദെൻ C4, അടുത്ത ഏതാണ്? ഹൈഡ്രജൻ എത്ര വരും? C4H8 വരും അല്ലേ? അപ്പൊ എന്തൊരു 4 കാർബൺ ആറ്റാണ്. ബ്യൂട്ട് എന്ന് എഴുതുക, ENE കൊടുക്കുക, ബ്യൂട്ടീൻ. അടുത്തത് എങ്ങനെയാണ്? C5H10 ആണ്. 5 കാർബൺ ആറ്റം. പെൻറ്റ് വരും ഇല്ലേ? പെൻറ്റ് വരും, ENE ചേർക്കുക. ഇനി C6 H12 വരും. 6 കാർബൺ ആറ്റമാണ്. ഹെക്സ് കൊടുക്കുക, ഹെക്സ് ഈൻ. C7 H14 വരും അല്ലേ? C7 എന്ന് പറയുമ്പോൾ 7 കാർബൺ ആറ്റം ആണെങ്കിൽ ഹെപ്റ്റ് എന്നാണ് പറയുന്നത്, ഹെപ്റ്റ്. ദെൻ ENE ചേർക്കുക. ദെൻ 8 കാർബൺ ആറ്റം എത്രയായാലും 16 വരും. C8 H16 വരും. ഒക്ട് കൊടുക്കുക, ഒക്ട്, ENE. അടുത്തത് 9 വരുവാണെന്നുണ്ടെങ്കിൽ എത്രയാണ്? ഇത് 18 വരും അല്ലേ? C9 H18 ആണ് വരുന്നത്. ദാറ്റ് ഈസ് 9 വരുമ്പോൾ നൺ ആണ് കേട്ടോ, നൺ, ENE. ദെൻ 10 H20 വരും. ഡെക്ക് 10 വരുമ്പോൾ ഡെക്ക് ആണ് വരുന്നത്, ഡെക്ക്, ENE, ഡെക്കീൻ. മനസ്സിലായല്ലോ? അപ്പൊ അങ്ങനെയാണ് നമ്മൾ എഴുതുന്നത് ആൽക്കീൻസിന്റെ കേസിൽ. മനസ്സിലായല്ലോ? ഇനി അടുത്ത ഏതാണുള്ളത്? ആൽക്കൈനിന്റെ ആണ്. ഇതേ രീതിയിൽ തന്നെ അവിടെ എങ്ങനെയാണ് എഴുതുന്നത്? വേഡ് റൂട്ട് അല്ലേ? വേഡ് റൂട്ട് പ്ലസ് എന്താണ്? YNE വരും ഇല്ലേ? വേഡ് റൂട്ട് പ്ലസ് YNE ആണ് വരുന്നത്. കണ്ടില്ലേ? 2 കാർബൺ ആറ്റം. 2 കാർബൺ ആറ്റം വരുമ്പോൾ എത്തുന്ന് എഴുതുക, YNE ചേർക്കുക. മനസ്സിലായല്ലോ? 3 കാർബൺ ആറ്റം വരുമ്പോൾ അതിന് പ്രൊപ്പാണ് വരുന്നത്, പ്രൊപ്പ്, അതിൻ്റെ കൂടത്തി YNE ചേർക്കുക. മനസ്സിലായല്ലോ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പേരിടുന്നത് കേട്ടോ. ഹൈഡ്രോ കാർബണുകൾക്ക് പേരിടുന്ന രീതി ഇങ്ങനെയാണ്. വേഡ് റൂട്ട് പ്ലസ് ഈ INE, YNE, ENE ഒക്കെ ഉണ്ടല്ലോ. ഈ ANE, ENE, YNE അതിനൊക്കെ നമ്മൾ സഫിക്സ് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പം ഏതാണോ അവിടെ ഉള്ളത് ആ സഫിക്സ് നമ്മൾ ആഡ് ചെയ്ത് എഴുതുക. ഓക്കെ ആണല്ലോ? അവിടെ എഴുതിയിട്ടുണ്ട്. ഹൗ ആർ ആൽക്കൈൻസ് നെയിംഡ്? ആൽക്കൈൻസ് എങ്ങനെയാണ് നെയിം ചെയ്യുന്നത്? വേഡ് റൂട്ട് ഇല്ലേ? നമുക്ക് പറയാം വേഡ് റൂട്ട് ഇല്ലേ? വേഡ് റൂട്ട് പ്ലസ് YNE ഇല്ലേ? വേഡ് റൂട്ട് പ്ലസ് YNE വെച്ചിട്ടാണ്. അപ്പം ഈഥെയിൻ. പ്രൊപ്പാണെങ്കിൽ എങ്ങനെയാണ്? പ്രൊപ്പ് പ്ലസ് YNE, പ്രൊപ്പൈൻ കേട്ടോ. പ്രൊപ്പൈൻ എന്നാണ് അത് വായിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള എഴുതാൻ പറ്റുമല്ലോ. എങ്ങനെ വരും? ഇവിടെ എഴുതാം കേട്ടോ. C4, C3 വരെ അല്ലേ? C4. അടുത്ത ഏതാണ് വരുന്നത്? നമ്മൾ ഇവിടം വരെ ഏതാണ് കണ്ടത്? ആൽക്കീൻ്റെ കേസിൽ C3H4 ആണ് വരുന്നത് അല്ലേ? അപ്പം C4 H6 വരും അല്ലേ? C4H6 ആണ് വരുന്നത്. അപ്പം ബ്യൂട്ട് വരും ഇല്ലേ? ബ്യൂട്ട്. ദെൻ YNE ഇല്ലേ? അടുത്ത ഏതാണ്? C5H8 വരും, പെൻറ്റ് വരും ഇല്ലേ? പെൻറ്റ്, YNE കേട്ടോ. അടുത്ത ഏതാണ്? C6H10 അല്ലേ? C6H10 ആണ് വരുന്നത്. അപ്പൊ എന്ത് വരും? അപ്പൊ ഹെക്സൈൻ വരും അല്ലേ? ഹെക്സൈൻ, ഹെക്സൈൻ വരും. അടുത്തത് C7H12 വരും, ഹെപ്റ്റ് വരും കേട്ടോ. ഹെപ്റ്റ്, ഞങ്ങൾ വേഡ് റൂട്ട് പഠിക്കുക കേട്ടോ. അതിൻ്റെ കൂടത്തി ഏതാണോ ആഡ് ചെയ്ത് വെച്ചാൽ മതി. അടുത്തത് C8 H14 ആണ് വരുന്നത്. അപ്പൊ എന്ത് വരും? 8 വരുമ്പോൾ ഒക്ട് എന്ന് വരും അല്ലേ? ഒക്ട്, YNE. ഓക്കെ ആണല്ലോ? അടുത്തത് C9 H16 വരും, നണ്ണ് വരും. ദെൻ YNE. അടുത്തത് C10 H18 ഇല്ലേ? അപ്പൊ എന്ത് വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു ഡെക്ക് വരും, YNE. ഇങ്ങനെയാണ് നമ്മൾ പേര് കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ ഹൈഡ്രോ കാർബണുകളുടെ നോമെൻക്ലേച്ചർ അല്ലെങ്കിൽ ഹൈഡ്രോ കാർബണുകൾക്ക് പേര് കൊടുക്കുന്നത് എങ്ങനെയാണ്? വേഡ് റൂട്ട് പ്ലസ് സഫിക്സ് ഏതാണോ അവിടെ വരുന്ന സഫിക്സ് അതനുസരിച്ചിട്ട് പേര് കൊടുക്കുക. ഓക്കെ ആണല്ലോ? അത് ഓർത്തോണം. അവിടെ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഓരോന്നിനും ഒരു കാർബൺ ആറ്റം ആവുകയാണെങ്കിൽ ഏതാണ് വരേണ്ടത് അത് ഓർഡറിൽ പഠിക്കാം. എത്ത് പ്രൊപ്പ് അങ്ങനെ അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. ബ്യൂട്ട്, പെൻറ്റ് കേട്ടോ. അങ്ങനെ അങ്ങ് പഠിച്ചു വെച്ചാൽ ആ ഒരു ഓർഡറിൽ അങ്ങ് കിട്ടിക്കോളും കേട്ടോ. അത് പഠിക്കണം. ആരും പഠിക്കാതെ വിട്ടുകളയല് നമുക്കിനി ആവശ്യമുള്ളതാണ്. ഓക്കെ ആണല്ലോ?
ഇനി നമുക്ക് അടുത്തത് നോക്കാനുള്ളതാണ്. ഇപ്പൊ നമ്മൾ ഹൈഡ്രോ കാർബണിന്റെ കേസാണ് കണ്ടത് അല്ലേ, നോർമലിയുള്ള ഹൈഡ്രോ കാർബൺ കണ്ടു. ഇനി അടുത്തത് നോക്കാന്നുള്ളത് ഇതാ ഇവിടെ കണ്ടോ, ഈ ചിത്രം കൊടുത്തിരിക്കുന്നുണ്ടോ? ഈ ചിത്രത്തിന് എന്താണ് പ്രത്യേകത? ഒരു സൈക്ലിക് ഫോർമാറ്റിലായിരിക്കുന്നില്ലേ, ഒരു സൈക്ലിക് ഫോർമാറ്റിൽ അല്ലേ. നമ്മൾ ഏകബന്ധനം ഉള്ളത് കണ്ടു, അല്ലെങ്കിൽ സിംഗിൾ ബോണ്ട് ഉള്ളതുകൊണ്ട്, ഡബിൾ ബോണ്ട് ഉള്ളതുകൊണ്ട്, ട്രിപ്പിൾ ബോണ്ട് ഉള്ളതൊക്കെ കണ്ടു. മനസ്സിലാകുന്നല്ലേ? അതൊക്കെ നമ്മൾ എങ്ങനെയാണ് ഓപ്പൺ ആയിട്ടാണ് കണ്ടത് അല്ലേ, അതായത് പ്രത്യേകിച്ച് ക്ലോസ്ഡ് ആയിട്ടുള്ള സംഭവങ്ങൾ. പക്ഷെ ഇവിടെ നോക്കിയേ ക്ലോസ്ഡ് ആയിട്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ എന്താണ് ക്ലോസ്ഡ് ആയിട്ട്, കാർബൺ ആറ്റം കണ്ടില്ലേ ക്ലോസ്ഡ് ആയിട്ടിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഇങ്ങനെയുള്ളതിനെ നമ്മൾ പറയുന്ന പേരാണ് സൈക്ലിക് അല്ലെങ്കിൽ റിംഗ് കോമ്പൗണ്ട്സ് എന്ന് പറയും, വലയ സംയുക്തങ്ങൾ എന്നാണ് പറയുന്നത്. നമ്മൾ ഓൾറെഡി കണ്ടായിരുന്നു ന്യൂമറസ് ഓപ്പൺ ചെയിൻ കോമ്പൗണ്ട്സ് ഹാവിങ് സിംഗിൾ ബോണ്ട് അല്ലേ, സിംഗിൾ ബോണ്ടും ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടുള്ള ഓപ്പൺ ചെയിൻസ് കണ്ടു. ഇനി ഇതാ ഇതിന്റെയൊക്കെ സ്ട്രക്ചർ എങ്ങനെയാണ്? ഇവിടെ സൈക്ലിക് ആയിട്ടാണ് ഇരിക്കുന്നത്, അതായത് വലയ സംയുക്തങ്ങളായിട്ടാണ് ഇരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പം എന്താണ് ഇവിടുത്തെ പെക്യുലാരിറ്റി എന്ന് പറഞ്ഞാൽ കാർബൺ ഈ കാർബൺ ഉണ്ടല്ലേ, പെക്യുലാരിറ്റി ഓഫ് ദി സ്ട്രക്ചർ ഓഫ് ദീസ് കാർബൺ കോമ്പൗണ്ട്സ് എന്താണ്? കാർബൺ ആറ്റംസ് എന്ത് ചെയ്തിരിക്കുകയാണ്? കമ്പൈൻ വിത്ത് അല്ലേ, കാർബൺ ആറ്റം മറ്റ് കാർബൺ ആറ്റവുമായിട്ട് കമ്പൈൻ ഒരു സൈക്ലിക് കോമ്പൗണ്ട് ആയിട്ട് ഇരിക്കുകയാണ് അല്ലേ. ഇവിടെ ഒരു മറ്റു കാർബൺ ആറ്റമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഒരു സൈക്ലിക് ഫോമാറ്റിൽ ഇരിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ട്? അപ്പം അതാണ് അവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ എന്ത് പറയാം, നമുക്ക് എന്താണ് പ്രത്യേകത പറയാൻ പറ്റുന്നത്? കാർബൺ ആറ്റംസ് ക്യാൻ കമ്പൈൻ വിത്ത് വൺ അനദർ അല്ലേ, മറ്റൊന്നുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് എന്താണ് ഒരു സൈക്ലിക് കോമ്പൗണ്ട് ആയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? കാർബൺ ആറ്റംസ് അല്ലേ, പെക്യുലാരിറ്റി ആണ്. കാർബൺ ആറ്റംസ് ക്യാൻ അല്ലേ, ക്യാൻ കമ്പൈൻ അല്ലേ, കമ്പൈൻ വിത്ത് വൺ അല്ലേ, കമ്പൈൻ വിത്ത് വൺ അനദർ അല്ലേ, മറ്റ് കാർബൺ ആറ്റവുമായിട്ട് കമ്പൈൻ ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് എന്താണ് ഒരു സൈക്ലിക് കോമ്പൗണ്ട് ആയിരിക്കുകയാണ്. അപ്പോൾ ടു ഫോം സൈക്ലിക് എന്ന് പറയാം അല്ലേ, ടു ഫോം സൈക്ലിക് കോമ്പൗണ്ട്, മറ്റ് കാർബൺ ആറ്റവുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് എന്താണ് ഒരു സൈക്ലിക് കോമ്പൗണ്ട് ആയിരിക്കുകയാണ്. അതാണ് ഇവിടുത്തെ പെക്യുലാരിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായില്ല? അപ്പം ഈ സൈക്ലിക് കോമ്പൗണ്ട് തന്നെയാണെങ്കിൽ രണ്ട് തരത്തിലുള്ള സൈക്ലിക് കോമ്പൗണ്ടുകളുണ്ട് കേട്ടോ. അത് അവിടെ എഴുതിയിട്ടുണ്ട്, നമ്മൾ ഓൾറെഡി ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടല്ലേ കാർബൺ ആറ്റംസ് ഹാവ് അല്ലേ ദ എബിലിറ്റി ടു കമ്പൈൻ വിത്ത് വൺ അനദർ ടു ഫോം എ സൈക്ലിക് കോമ്പൗണ്ട്. കാർബൺ ആറ്റംസിന് എങ്ങനെയാണ് മറ്റു കാർബൺ ആറ്റോടെ കമ്പൈൻ ചെയ്തിട്ട് സൈക്ലിക് ആകാനുള്ളൊരു എബിലിറ്റി ഉണ്ട് കേട്ടോ. ഈ സൈക്ലിക് ഹൈഡ്രോ കാർബണിനെ രണ്ട് തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം. ആലിസൈക്ലിക് കോമ്പൗണ്ട്സ് എന്നും ആരോമാറ്റിക് കോമ്പൗണ്ട്സ് എന്നും പറയാം. ആലിസൈക്ലിക് ആൻഡ് ആരോമാറ്റിക് കോമ്പൗണ്ട്സ് കേട്ടോ. അപ്പൊ എന്താണ് ആലിസൈക്ലിക്, ആരോമാറ്റിക് എന്നൊക്കെ നമുക്ക് നോക്കാം. അലിസൈക്ലിക് കോമ്പൗണ്ട്സ് നമ്മൾ നോർമലി കാണുന്നുണ്ട്, ആൽക്കേന്, ആൽക്കീൻ ഒക്കെ ഉണ്ട്, അതെല്ലാം ഓപ്പൺ ചെയിൻ ആയിട്ട് നമ്മൾ കണ്ടില്ലേ. അപ്പൊ അതിനോട് അങ്ങനെയുള്ള ഹൈഡ്രോ കാർബണിനോട് ഈക്വൽ ആയിട്ടുള്ള എന്താണ് ഈ സൈക്ലിക് ഫോമാറ്റിലുള്ള ഹൈഡ്രോ കാർബണിനാണ് നമ്മൾ ആലിസൈക്ലിക് ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആലിസൈക്ലിക് ഹൈഡ്രോ കാർബൺസ് ആർ സൈക്ലിക് ഹൈഡ്രോ കാർബൺ സിമിലർ ടു ഓപ്പൺ ചെയിൻ ഹൈഡ്രോ കാർബൺസ്. അതായത് ആൽക്കേനൊക്കെ നമ്മൾ കണ്ടല്ലോ, അതിനോട് ഈക്വൽ ആയിട്ടുള്ള രീതിയിലുള്ള എന്താണ് കമ്പൈൻ ചെയ്തിരിക്കുക. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ആലിസൈക്ലിക് ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ ഇതാ ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ, ഇതൊക്കെ ആലിസൈക്ലിക് ആണ് കണ്ടല്ലോ, ആലിസൈക്ലിക് ആണ് വന്നിരിക്കുന്നത്. സിംഗിൾ ബോണ്ട് നമ്മൾ സിംഗിൾ ബോണ്ട് ആകുമ്പോൾ ആൽക്കൈനാണ്, ഡബിൾ ബോണ്ട് വരുന്നുണ്ട്. അതായത് റിംഗ് ഫോർമാറ്റ് തന്നെയാണ് ഇരിക്കുന്നത്, പക്ഷെ ആൽക്കൈൻ അതൊക്കെയാണ് അതിനോട് സമാനമായിട്ടുള്ള രീതിയിലാണ്. ഇതാ ഇവിടെ നോക്കിയേ, ഇതിന്റെ പേര് നോക്കിയേ, സൈക്ലോ പ്രൊപ്പൈൻ. ഇതാ നോക്കിയേ, പ്രൊപ്പൈൻ വരാൻ കാരണം 3 കാർബണാറ്റ് ആണ് അല്ലെ, 3 കാർബണാറ്റ് ആയപ്പോൾ ഇതിന്റെ പേരെന്തായി? സൈക്ലോ പ്രൊപ്പൈൻ എന്നായി. മനസ്സിലായല്ലോ? ഇവിടെ 4 കാർബണാറ്റ് ആയി. 4 കാർബണാറ്റ് ആകുമ്പോൾ എന്തുവരും? സൈക്ലോ അല്ലെ, സൈക്ലിക് ആണ് അല്ലെ, വലയാണ്. അപ്പൊ സൈക്ലോ എന്ന് എഴുതി ബ്യൂട്ടൈൻ, സൈക്ലോ ബ്യൂട്ടൈൻ. അപ്പൊ അതിന്റെ എന്താണ് മോളിക്കുലർ ഫോമിൽ എങ്ങനെയായിട്ട് വരും? സൈക്ലോ ബ്യൂട്ടൈൻ എന്ന് പറയുമ്പോൾ അതിന്റെ മോളിക്കുലർ ഫോമിൽ എങ്ങനെയായിട്ട് വരും? 4 കാർബണാറ്റ് ആണ് അല്ലെ, C4 ആണ്. ഹൈഡ്രജൻ ഇവിടെ എത്രയുണ്ട്? 2, 4, 6, 8 അല്ലേ, C4H8. ഇനി ഇവിടെ നോക്കിയേ, ഇത് എന്താണ്? 4 കാർബണാറ്റം ഉണ്ട്, പക്ഷെ ഇവിടെ എന്താണ് ഒരു ഡബിൾ ബോണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ പേരെങ്ങനെ വന്നു നോക്കിയേ? സൈക്ലോ ബ്യൂട്ടീൻ. കണ്ടോ, സൈക്ലോ ബ്യൂട്ടീൻ എന്നാണ് ഇതിന്റെ പേര് വന്നത്. അപ്പൊ അതിന്റെ മോളിക്കുലർ ഫോമിൽ എങ്ങനെ വരും? 4 കാർബണാറ്റം ആണുള്ളത്. ഹൈഡ്രജൻ എത്രയാന്ന് നോക്കിയേ? 2, 4, 6 ഹൈഡ്രജനും ഉള്ളൂ. സൈക്ലോ ബ്യൂട്ടി. ഓക്കെ ആണല്ലോ. അടുത്തത് നോക്കിയേ, ഇവിടെ എന്താ ഡബിൾ ബോണ്ട് വന്നിട്ടുണ്ട് ഇല്ലേ. അപ്പൊ നമുക്കറിയാം എന്താണ് അത് ആൽക്കീനിൽ വരുന്നതാണ്. അപ്പൊ അതിന്റെ പേര് നോക്കി 5 കാർബണാറ്റ് ഉണ്ട്. 1, 2, 3, 4, 5 കാർബണാറ്റ്. അപ്പൊ സൈക്ലോ പെന്റീൻ എന്ന് വന്നു. അതിന്റെ മോളിക്കുലർ ഫോമിലെയോ 5 കാർബണാറ്റ് ആണ്. ഹൈഡ്രജൻ എത്രയുണ്ട്? 2, 4, 6, 8 ഹൈഡ്രജനും ഉണ്ട്. C5H8 എന്നാണ് വരുന്നത്. മനസ്സിലായല്ലോ? അടുത്തതാന്ന് നോക്കിയേ, ഇവിടെ എത്ര കാർബണാറ്റം ഉണ്ടെന്ന് നോക്കിയേ? 6 കാർബണാറ്റം ഉണ്ട്. C6 ഇല്ലേ, 6 കാർബണാറ്റം ഉണ്ട്. ഹൈഡ്രജൻ നോക്കിയേ, ഓരോ കാർബണയിലും ഇതിന് 2 ഹൈഡ്രജൻ വീതം ഉണ്ട് അല്ലേ. ഓരോ കാർബണാറ്റത്തിലും 2 ഹൈഡ്രജൻ വീതം ഉണ്ട്.
സിംഗിൾ ബോണ്ട് ആണ്. പേര് നോക്കിയേ, സൈക്ലോഹെക്സൈൻ എന്നാണ്, സിംഗിൾ ബോണ്ട് ആണ്, സൈക്ലോഹെക്സൈൻ എന്ന് വരും. മനസ്സിലാവുന്നല്ലോ. അപ്പം അതിന്റെ മോളിക്കുലർ ഫോമിൽ എങ്ങനെ വരും? C6 എത്ര ഹൈഡ്രജൻ ഉണ്ട്? 12. ഓരോന്നത്തേലും 2 എണ്ണം വീതമില്ലേ? അപ്പം C6H12 എന്ന് വരും. ക്ലിയർ ആയല്ലോ. അപ്പൊ ഈ ആലിസൈക്ലിക്, ഇത് ആലിസൈക്ലിക് ആണ്. അപ്പൊ ആലിസൈക്ലിക്കിന്റെ പ്രത്യേകത എന്താണ്? ഇവിടെ നോക്കിയേ, എങ്ങനെയാണ് നമ്മൾ പേരിടുന്നത്? ഏതാണോ കോമ്പൗണ്ട് ഉണ്ട് അല്ലേ, അതിന്റെ കൂട്ടത്തിൽ അതിന്റെ മുന്നേ ആയിട്ട് നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നുണ്ട്? സൈക്ലോൺ ആഡ് ചെയ്യുന്നുണ്ട് അല്ലേ? ആ ഏതാണോ ഹൈഡ്രോ കാർബൺ അല്ലെ IUPAC നെയിം ഉണ്ടല്ലോ, IUPAC നെയിമിന് കൊടുത്ത ഒരു സൈക്ലോയും കൂടെ ആഡ് ചെയ്യും അല്ലേ? സൈക്ലോ പ്ലസ് IUPAC നെയിം ഇല്ലേ? എങ്ങനെയാണ് നമ്മൾ എന്താണ് ആലിസൈക്ലിക്കിന് നമ്മൾ പേരിടുന്നത് കേട്ടോ, ആലിസൈക്ലിക്കിന് കേട്ടോ. ആലിസൈക്ലിക് ഹൈഡ്രോ കാർബണിന് പേരിടുന്നത് എങ്ങനെയാണ്? സൈക്ലോ എന്ന് എഴുതും ഇല്ലേ? എന്നിട്ട് എന്താണ് നമ്മുടെ IUPAC നെയിമും എഴുതും. ഓക്കെ ആണല്ലോ, ദാറ്റ് ഈസ് ആലിസൈക്ലിക് ഹൈഡ്രോ കാർബൺ. മനസ്സിലായല്ലോ. അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ആലിസൈക്ലിക് കോമ്പൗണ്ട്സ് ക്യാൻ ബി നെയിംഡ് ബൈ ആഡിങ് ദ ടേം സൈക്ലോ ഇല്ലേ? സൈക്ലോ ആസ് പ്രിഫിക്സ് അലോങ് വിത്ത് ദ IUPAC നെയിം ഓഫ് ദി ഹൈഡ്രോ കാർബൺ. അപ്പൊ എങ്ങനെയാണ് പേരിടുന്നത്? അതിന് പേരിടുന്നതാണ് ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ക്യാൻ ബി നെയിംഡ് ബൈ ആഡിങ് ദ ടേം സൈക്ലോ. സൈക്ലോ എന്ന് പേര് ആഡ് ചെയ്തിട്ട് നമ്മൾ പിന്നെ എന്താണ് IUPAC നെയിം ആഡ് ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പൊ ക്ലിയർ ആയല്ലോ, അതാണ് ആലിസൈക്ലിക് ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഓർത്തിരിക്കുക, ഹൈഡ്രോ കാർബൺ ഇങ്ങനെയാണ് ക്ലോസ്ഡ് ആയിട്ടുള്ള അല്ലെ, ക്ലോസ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചർ വരുവാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയുന്നുണ്ട്? സൈക്ലിക് ഹൈഡ്രോ കാർബൺ എന്ന് പറയും. അതിലെ ആദ്യത്തെയാണ് എന്താണ്? ആലിസൈക്ലിക് എന്ന് പറയും. ഇനി അടുത്തതാണ് ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺ. ഈ പേരിൽ തന്നെ ഉണ്ട് ആരോമാറ്റിക്. ആരോമാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? സ്മെല്ലിനെ അല്ലേ ഇല്ലേ, ഒരു പ്രത്യേക സ്മെല്ലുള്ളതിനെയല്ലേ നമ്മൾ എന്താണ് ആരോമാറ്റിക് എന്നൊക്കെ പറയുന്നത്. അപ്പൊ എന്താണ് ഇങ്ങനെ ഒരു പ്രത്യേക ഓരോന്നിനും അതിൻ്റെതായ പ്രത്യേക ഗന്ധമുള്ള സൈക്ലിക് കോമ്പൗണ്ടുകളാണ് നമ്മൾ എന്ത് പറയുന്നത്? ആരോമാറ്റിക് എന്താണ് ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്നത് കേട്ടോ. അതാ നോക്കട്ടെ, ആരോമാറ്റിക് കോമ്പൗണ്ട്സ് ആർ സൈക്ലിക് കോമ്പൗണ്ട്സ് ഹാവിങ് എ യുണീക് അരോമ. യുണീക്ക് ആയിട്ടുള്ള തനതായിട്ടുള്ള ഒരു അരോമോ, തനതായിട്ടുള്ള ഒരു ഗന്ധമുള്ള വലയ സംയുക്തങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺസിൽ ഏറ്റവും പ്രാധാന്യമുള്ള, വ്യാവസായിക പ്രാധാന്യമുള്ള ഒരു ആരോമാറ്റിക് സംയുക്തമാണ് ദാറ്റ് ഈസ് ബെൻസീൻ എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ബെൻസീൻ ഈസ് ആൻ ആരോമാറ്റിക് കോമ്പൗണ്ട്. പഠിച്ചോണം കേട്ടോ, 1 മാർക്കിന്റെ ഒക്കെ ആയിട്ട് ചോദിക്കാം. ബെൻസീൻ എന്ന് പറഞ്ഞാൽ ആരോമാറ്റിക് കോമ്പൗണ്ട് ആണ്, ഹാവിംഗ് ഇൻഡസ്ട്രിയൽ സിഗ്നിഫിക്കൻസ്. വ്യാവസായിക പ്രാധാന്യമുള്ള ഒരു അരോമാറ്റിക് കോമ്പൗണ്ട് ആണ് ബെൻസീൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ. ബെൻസീനിന്റെ ഘടന കണ്ടോ? ഇത് വരയ്ക്കാനൊക്കെ പഠിക്കാനാണ്, വരയ്ക്കാനൊക്കെ ചോദിക്കും കേട്ടോ. ബെൻസീൻ എങ്ങനെയാണ് വരയ്ക്കുന്നത്? ബെൻസീൻ ഓർത്തോണം, അതിന്റെ മോളിക്കുലർ ഫോമിലൊക്കെ ചോദിക്കും. ഇതാ നോക്കിയേ, മോളിക്കുലർ ഫോമിൽ നമുക്ക് എങ്ങനെ എഴുതാം? 6 കാർബൺ ആറ്റം ഉണ്ടല്ലേ, 6 കാർബൺ ആറ്റം. ദെൻ ഹൈഡ്രജൻ എത്രയുണ്ട്? ഹൈഡ്രജനും എത്രയാണ്? 6 അല്ലേ? ഹൈഡ്രജനും എത്രയാണുള്ളത്? 6 ഹൈഡ്രജനുമാണുള്ളത്. അപ്പൊ എങ്ങനെയാണ് മോളിക്കുലർ ഫോമിൽ എങ്ങനെ വരും? C6H6 എന്ന് വരും കേട്ടോ. മോളിക്കുലർ ഫോമുല ഓഫ് ബെൻസീൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? C6H6 ആണ്. ഇത് വരയ്ക്കാനൊക്കെ ചോദിക്കും. വരയ്ക്കാൻ എളുപ്പമാണ് കേട്ടോ. നിങ്ങൾ കാർബൺ ആദ്യമേ എന്താണ് കാർബൺ ഇതാ ഇങ്ങനെ 6 കാർബൺ വരയ്ക്കുക കേട്ടോ. 2 എണ്ണമായി, ഇതാ ഇവിടെ 2 എണ്ണം, ഇതാ ഇങ്ങനെ കാർബൺ വരയ്ക്കുക. പിന്നെ അതിന്റെ പ്രത്യേകത എങ്ങനെയാന്ന് നോക്കിയേ, സിംഗിൾ ബോണ്ട് എല്ലായിടത്തും നിങ്ങൾ സിംഗിൾ ബോണ്ട് ഇടുക കേട്ടോ. ഇങ്ങനെ സിംഗിൾ ബോണ്ട് എല്ലായിടത്തും ഇടുക. പിന്നെ എന്താണ് ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഒരു സിംഗിൾ ബോണ്ട് കഴിഞ്ഞിട്ട് പിന്നെ ഡബിൾ ബോണ്ട്, ഒരു സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട്, സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട്, ഇങ്ങനെയാണ് വരുന്നത് ബെൻസീന്റെ സ്ട്രക്ചർ. മനസ്സിലായല്ലോ. എന്നിട്ട് ഓരോ കാർബണേലും എന്താണ് ഹൈഡ്രജൻ കൊടുക്കുക. അതായത് ഇവിടെ ഒരു ഹൈഡ്രജൻ കൊടുക്കുക. ഓരോ കാർബണേലും നമ്മൾ ഹൈഡ്രജൻ കൊടുക്കുക. അപ്പൊ എന്തായിട്ട് മാറും? അത് ബെൻസീൻ ആയിട്ട് മാറും കേട്ടോ. കൃത്യമായിട്ട് വരയ്ക്കണം. ഇതിപ്പം ഇടയില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ ജസ്റ്റ് റഫായിട്ട് വരച്ചെന്നുള്ളൂ കേട്ടോ. ഈ ഫിഗർ കണ്ടല്ലോ, ആ ഫിഗർ നോക്കി നിങ്ങൾ വരയ്ക്കുക. മനസ്സിലായല്ലോ. അപ്പൊ കൃത്യമായിട്ട് വരയ്ക്കേണ്ട 6 കാർബൺ ആറ്റം കൊടുക്കുക കേട്ടോ. അതായത് ഇവിടെ ഓപ്പോസിറ്റ് ഇങ്ങനെ കൊടുക്കുക, ഇങ്ങനെ 2 ഇങ്ങനെ കൊടുക്കുക. എന്നിട്ട് തന്നെ എല്ലാത്തിൻ്റെ ഇടയിലും ആദ്യം നിങ്ങൾ സിംഗിൾ ബോണ്ട് കൊടുക്കുക, പിന്നെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഡബിൾ ബോണ്ട് കൊടുക്കുക. മനസ്സിലായല്ലോ. അപ്പൊ അങ്ങനെയാണ് വരുന്നത്. ഓരോ കാർബണേലും ഹൈഡ്രജൻ കൊടുക്കുക. അപ്പൊ അതാണ് സ്ട്രക്ചർ ഓഫ് ബെൻസീൻ. വരയ്ക്കാൻ ചോദിക്കും, മോളിക്കുലർ ഫോമിലൊക്കെ പഠിക്കേണ്ടതാണ്. ക്ലിയർ ആയല്ലോ. അപ്പൊ ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? യുണീക് ആരോമയുള്ള കേട്ടോ. സൈക്ലിക് കോമ്പൗണ്ട്സ് ഹാവിങ് യുണീക് ആരോമ, അതാണ് കേട്ടോ. Cyclic compounds having unique aroma, that is aromatic hydrocarbon. Aromatic hydrocarbon ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ബെൻസീൻ. ബെൻസീന്റെ സ്ട്രക്ചർ വരയ്ക്കാനും ചോദിക്കാറുണ്ട്. മനസ്സിലാവുന്നല്ലോ. ഇനി മറ്റൊരു അരോമാറ്റിക് ഹൈഡ്രോകാർബൺ ആണ്, ദാറ്റ് ഈസ് നാഫ്തലിൻ എന്ന് പറയും കേട്ടോ. നാഫ്തലിൻ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. നാഫ്തലിൻ ഈസ് അനദർ അരോമാറ്റിക് ഹൈഡ്രോകാർബൺ വിത്ത് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓർഡർ ആൻഡ് എ വൈറ്റ് ക്രിസ്റ്റലൈൻ ഫോം. അതായത് പ്രത്യേക ഒരു ഗന്ധമുണ്ട്. ക്യാരക്ടറിസ്റ്റിക്സ് ഓർഡർ ഉദ്ദേശിക്കുന്നത് പ്രത്യേക ഒരു ഗന്ധമുള്ളതും വെളുത്തതായിട്ടുള്ള ഒരു ക്രിസ്റ്റൽ ആകൃതിയിലുള്ള ക്രിസ്റ്റൽ രൂപത്തിലുള്ള ഒരു ഹൈഡ്രോകാർബൺ ആണ് എന്തെന്ന് പറയുന്നത്? നാഫ്തലിൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതാണ്ട് നാഫ്തലിന്റെ പ്രത്യേക സ്ട്രക്ചർ എങ്ങനെയാന്ന് നോക്കിയേ. 2 ബെൻസീൻ ഇല്ലേ? ഇതേപോലെ ഇത് ഇത്ര ഒരു ബെൻസീനാണ്. ഇത്ര ഭാഗം ഒരു ബെൻസീൻ
അല്ലേ? ഇതും ഒരു ബെൻസീനാണ്. 2 ബെൻസീൻ കൂടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഒരുമിച്ച് ചേർന്നിരിക്കുക. മനസ്സിലായോ? 2 ബെൻസീൻ കൂടെ ഒരുമിച്ച് ചേർന്നില്ല, അത് എന്തായിട്ട് മാറും? നാഫ്തലീൻ ആവും കേട്ടോ. നാഫ്തലീൻ. ഈ നാഫ്തലീൻ ആണ് മോത്തുബോൾ. മോത്തുബോൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നമ്മുടെ പാറ്റാഗുളിയിലെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ് ഈ നാഫ്തലീൻ എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നാഫ്തലിന്റെ ഘടന വരയ്ക്കാൻ ചോദിക്കും. മോത്തുബോളിലെ അതൊക്കെ 1 മാർക്കിന് ചോദിക്കാം കേട്ടോ. മോത്തുബോളിലെ മെയിൻ ഇൻഗ്രീഡിയന്റ് ഏതാണ്? നാഫ്തലിൻ ആണ്. നാഫ്തലിന്റെ പ്രത്യേകത എന്താണ്? ക്യാരക്ടറിസ്റ്റിക്സ് ഓർഡർ ആൻഡ് വൈറ്റ് ക്രിസ്റ്റലൈൻ ഫോം ഇല്ലേ? വൈറ്റ് ക്രിസ്റ്റലൈൻ ഫോം ആണ്. അത് വെളുത്ത ക്രിസ്റ്റൽ ആകൃതിയിലുള്ളതാണ്, പ്രത്യേക ഗന്ധമുള്ളതുമാണ്. അതെങ്ങനെയാണ് ഫോം ചെയ്തിരിക്കുന്നത്? 2 ബെൻസീൻ റിങ്സ് ആർ ഫ്യൂസ്ഡ് ടുഗദർ ടു ഫോം അല്ലെ? 2 ബെൻസീൻ റിങ് ഫ്യൂസ് ചെയ്തിരിക്കുക. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞു? അപ്പൊ അങ്ങനെ വരയ്ക്കുക കേട്ടോ. പിന്നെ മോളിക്കുലാർ ഫോമിൽ എങ്ങനെ വരും? മോളിക്കുലാർ ഫോമിൽ എത്ര കാർബൺ ആറ്റം ഉണ്ട്? ഇവിടെ 1, 2, 3, 4, 5, 6. ഇവിടെ ഒരു 6 ഉണ്ട്. പിന്നെ ഇവിടെ എത്രയുണ്ട്? 6, 7, 8, 9, 10 ഇല്ലേ? അപ്പൊ എത്രയാണ് കാർബൺ ആറ്റം? എത്രയാണ്? 10 വരും. 10 കാർബൺ ആറ്റം. ഹൈഡ്രജൻ എത്രയുണ്ട്? ഇതാ നോക്കി, ഇവിടെ 4 അല്ലേ? ഇവിടെ 4, ഇവിടെ 4 ആണ് വരുന്നത്. അപ്പം ഹൈഡ്രജൻ എത്രയാണ്? 8. അപ്പം C10H8 ആണ് മോളിക്കുലാർ ഫോർമുല ഓഫ് നാഫ്തലീൻ. ബെൻസീനിന്റെ ഏതാണ്? C6H6. വരയ്ക്കാൻ പറ്റുമല്ലോ, ഇമ്പോർട്ടൻ്റ് ആണ്. അരോമാറ്റിക് ഹൈഡ്രോ കാർബൺ വരയ്ക്കാൻ ചോദിക്കാറുണ്ട്. വരയ്ക്കാൻ പഠിക്കണം കേട്ടോ. അത് ഇങ്ങനെ വരച്ചാൽ മതി. ഒരു കാർബൺ ആറ്റം ഇങ്ങനെ, ഇവിടെ ഒരു കാർബൺ ആറ്റം ഉണ്ട്. പിന്നെ എന്താണ്, ഇവിടെ ഒരു കാർബൺ ആറ്റം കൊടുക്കുക, ഇവിടെ ഒരു കാർബൺ ആറ്റം കൊടുക്കുക, നേരെ ഇവിടെ ഒരെണ്ണം കൊടുക്കുക, ഇവിടെ ഒരെണ്ണം കൊടുക്കുക. പിന്നെ എന്ത് ചെയ്യണം? ഓരോ ബോണ്ട് എല്ലാത്തിൻ്റെ ഇടയിൽ ആദ്യം ഓരോ ബോണ്ട് കൊടുക്കുക. പിന്നെ എന്താണ്? ഓൾട്ടർനേറ്റീവ് ആയിട്ട് ബോണ്ട് കൊടുക്കുക. അതാ ഇവിടെ ഒരു ബോണ്ട് കൊടുത്തു ഇല്ലേ? പിന്നെ ഇങ്ങനെ ബോണ്ട് കൊടുത്തു, ഇവിടെ ബോണ്ട് കൊടുത്തു. പിന്നെ ഓരോന്നേത്തിലും എന്താണ്? ഹൈഡ്രജനും കൊടുക്കുക. ഓരോ ഇതിലും ഹൈഡ്രജനും കൊടുക്കുക. അപ്പം എന്തായിട്ട് മാറും? നമ്മുടെ ബെൻസീനായിട്ട് മാറും ഇല്ലേ? പിന്നെന്താണ് ചെയ്യുന്നത്? ഒരു ബെൻസീൻ റിങ് കൂടെ കമ്പൈൻ ചെയ്യും ഇല്ല? ഒരു ബെൻസീൻ റിങ് കൂടെ ഇവിടെ കമ്പൈൻ ചെയ്യും ഇല്ലേ? അവിടെ കമ്പൈൻ ചെയ്തിട്ട് പിന്നെ എന്താണ് ഇത് കണ്ടില്ലേ? കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ എന്തായിട്ട് മാറും? നാഫ്തലീനായിട്ട് മാറും കേട്ടോ. ക്ലിയർ ആയിട്ട് നിങ്ങൾ വരയ്ക്കുക കേട്ടോ. ഞാനിപ്പോൾ റഫായിട്ട് വരച്ചതാണ്. ക്ലിയർ ആയിട്ട് നിങ്ങൾ ഇച്ചിരി സ്പേസ് ഒക്കെ ഇട്ട് വരച്ച് കഴിയുമ്പോൾ കൃത്യമായിട്ട് കിട്ടും. മനസ്സിലായല്ലോ? ഇത് വരയ്ക്കാൻ പഠിക്കണം. ചോദിക്കാറുണ്ട്. സ്ട്രക്ചർ ഓഫ് ബെൻസീനും സ്ട്രക്ചർ ഓഫ് നാഫ്തലീനും. നാഫ്തലീൻ ഏത് പേരിൽ അറിയപ്പെടുന്നുണ്ട്? മോത്തുബോൾ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. മോളിക്കുലാർ ഫോമിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, മിക്കപ്പോഴും ചോദിക്കുന്നതാണ് ഇതൊക്കെ കേട്ടോ. ഹയർ ക്ലാസ്സുകളിലേക്കും ആവശ്യമുള്ളതാണ്. ദാറ്റ് ഈസ് ദ സൈക്ലിക് കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ സൈക്ലിക് ഹൈഡ്രോ കാർബൺസ്. മനസ്സിലായല്ലോ? അപ്പൊ സൈക്ലിക് ഹൈഡ്രോ കാർബൺസ് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെ സൈക്ലിക് വലയ രൂപത്തിൽ കാണപ്പെടുന്നതാണ് അല്ലേ? അതിനെയാണ് നമ്മൾ സൈക്ലിക് ഹൈഡ്രോ കാർബൺസ് എന്ന് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ സൈക്ലിക് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ദെൻ അതിന് 2 തരത്തിലുണ്ട്. ആലിസൈക്ലിക് ഉണ്ട്, അറോമാറ്റിക് ഉണ്ട്. ആലിസൈക്ലിക് എന്ന് പറയുമ്പോൾ പേരെങ്ങനെയാണ് കൊടുക്കുന്നത്? സൈക്ലോ പ്ലസ് പിന്നെ IUPAC നെയിമും കൊടുക്കുക ഇല്ല? ഇവിടെ എന്താണ്? ഡബിൾ ബോണ്ട് വരാം, സിംഗിൾ ബോണ്ട് വരാം, ട്രിപ്പിൾ ബോണ്ട് ഒക്കെ വരാം. ഓക്കെ ആണല്ലോ? ഇനി ആരോമാറ്റിക് എന്ന് പറയുമ്പോൾ പേരിൽ തന്നെ ആരോമ, ഒരു യുണീക്ക് ആരോമയായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പം ഏറ്റവും ഇൻഡസ്ട്രിയൽ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ആരോമാറ്റിക് കോമ്പൗണ്ട് ആണ് ബെൻസീൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ നാഫ്തലീൻ ഉണ്ട്. നാഫ്തലീൻ മറ്റൊരു പേരിൽ അറിയപ്പെടുന്നുണ്ട് മോത്തുബോൾ. സ്ട്രക്ചർ വരയ്ക്കാൻ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ മോളിക്കുലർ ഫോമിലൊക്കെ കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ നോമൻക്ലേച്ചർ, പേരിടുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു അല്ലേ? പേരിടാൻ പ്രത്യേകം ഓർത്തോണം. എന്താണ്? നമ്മുടെ വേർഡ് റൂട്ട് അത് കാണാതെ തന്നെ പഠിച്ചോളൂ. നിങ്ങൾ പറഞ്ഞ് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. വേർഡ് റൂട്ട് അത് ഓരോന്നിൻ്റെയും ആൽക്കേന്, ആൽക്കേന് വരുമ്പോൾ എങ്ങനെയാണെന്ന് എഴുതിയൊക്കെ പഠിക്കുക കേട്ടോ. പിന്നെ സൈക്ലിക് കോമ്പൗണ്ട്സ്. ഓക്കെ ആണല്ലോ? ഈ ഒരു സെക്ഷൻ എല്ലാവർക്കും ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. നിങ്ങൾ വരച്ച് തന്നെ പഠിക്കണം കേട്ടോ. ബെൻസീൻ്റെ ഒക്കെ സ്ട്രക്ചർ വരച്ച് തന്നെ പഠിക്കുക കേട്ടോ. ബാക്കി പോർഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.